പച്ചക്കിളി പോലെ കളിയാടി ചാടി നടക്കും മണ്ണാനെ പോലെ പറന്നു 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 പോകുന്നു നമ്മൾ രാവും പകലും സ്വപ്നം കാണുന്നു പറന്നു 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 പോകുന്നു നമ്മൾ രാവും പകലും സ്വപ്നം കാണുന്നു ആകാശത്തോളം 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 ഒന്ന് നിന്നെ ഒരു സെൽഫി എടുക്കട്ടെ 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 കളിച്ചു ചിരിച്ചു രസിച്ചു പാടുന്നു നമ്മൾ അതിരുകളില്ലാ തീരം തേടുന്നു കളിച്ചു ചിരിച്ചു രസിച്ചു പാടുന്നു നമ്മൾ അതിരുകളില്ലാ തീരം തേടുന്നു കാതങ്ങളോളം 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 ഒന്ന് നിന്നെ ഒരു സെൽഫി എടുക്കട്ടെ 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 ചായ കുടിച്ചിട്ട് പോ. ആ കുന്ത്രാന്റെ ചെവി വെച്ച് കഴിഞ്ഞാ വെടിപൊട്ടുന്ന ശബ്ദത്തിൽ സംസാരിച്ചാൽ ഈ ചക്കന് ചെവിയേക്കില്ല. തോന്നുമ്പോ വന്ന് കുടിക്കട്ടെ. അല്ല അവന് വേണമെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കുടിച്ചേക്കാം. മോനാങ്കിളേ, ഓ ഞാൻ ഇപ്പൊ വരാം. നീ കാപ്പി കുടിച്ചോ? എന്ത് കാപ്പി കുടിച്ചോന്നാ? വരുമ്പോ കുടിച്ചോളാം. ആ ദൂരെ എങ്ങും പോകട്ടാ. മോനായി, അച്ഛനമ്മയും ചെക്കന് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ചെക്കൻ ഈ ലോകത്തൊന്നും അല്ലല്ലോ. സ്കൂൾ വിട്ടെത്തിയ പിന്നെ മുഴുവൻ സമയം ഫോണുമായിട്ട് അവന്റെ കറക്കം. നീ നിന്റെ കാര്യം നോക്ക്. പിള്ളേരായ കുറച്ചൊക്കെ കളിക്കൊക്കെ വേണം. ഇപ്പോഴത്തെ പിള്ളേർ മൊബൈലൊക്കെ കിട്ടിയ ഇങ്ങനെയൊക്കെ തന്നെയാ. മോനായി തന്നെ ഇളതരം കൊടുത്ത് അവനെ വഷളാക്കുന്നത്. അവൻ ക്ലാസ്സിൽ ഫസ്റ്റാ. പിന്നെ നമ്മുടെ കുട്ടിക്കാലം പോലെയല്ലല്ലോ ഇപ്പോ. പിള്ളേർ ജനിച്ച് വീണ് തന്നെ മൊബൈലിലേക്കാ. അമൂൽ ബേബി ജനറേഷൻ മാറി ഇപ്പൊ മൊബൈൽ ബേബി ജനറേഷനിലേക്കാ പോക്ക്. മനസ്സിലായില്ലേ? ഏതായി ചെക്കൻ? വല്ലതും പറ്റിയോ? ഒരു ബെല്ലും ബ്രേക്ക് ഇല്ലാണ്ടാണല്ലോ ആ ചെക്കന്റെ പോക്ക്. ഇപ്പൊ എന്നെ ഇടിച്ച് കൊന്നേനെ. ഏതാ കാണാനായിട്ടാ ചെക്കൻ? താഴെ കണ്ടുള്ളതാ.
അയ്യോ കഴിഞ്ഞ ആഴ്ച അവൻ എന്നെ ഒന്ന് ഇടിച്ച് താഴെ ഇട്ടതല്ലേ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അവൻ റോക്കറ്റ് പായുന്ന പോലെ ഒരൊറ്റ പോക്കാ. നോക്കിയേ, എന്റെ മുട്ടുകാലും വേല നീര് ഇതുവരെ പോയിട്ടില്ല. എവിടേക്കാ അവൻ പാഞ്ഞു പോണത്? ആ പൊക്കത്തിലെ നെരിക്കുന്നിലേക്കായിരിക്കും. എന്തിന്? കോലുമേ മൊബൈൽ വെച്ച് പടം എടുക്കാൻ. പടം എടുക്കാനോ? ആ സെൽഫി. സെൽഫിയോ? ആ മൊബൈൽ ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരായിരുന്നു. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, എന്റെ കാല്. അച്ചു, സമയം എത്രയാന്ന് നിനക്കറിയാമോ? ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ? ദേ വരുന്ന അങ്കളെ, ഒരു 10 മിനിറ്റ്. ഡാഡി മമ്മി വിളിക്കുമ്പോൾ ഞാൻ പറയും നീ ഏത് സമയം കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കുന്നത് പഠിക്കാനില്ലാന്ന്. ഞാൻ പഠിക്കുന്നുണ്ട്, അങ്കിള് കാണാണ്ടാ. ഉവ്വ ഈ നേരം വരെ നീ നിന്റെ പുസ്തകം കൈ കൊണ്ട് തുറന്നു നോക്കിയിട്ടുണ്ടോ? ഈ കമ്പ്യൂട്ടറിലെ പടം ചന്തം പറ്റിക്കൊണ്ടിരിക്കല്ലേ? അങ്കളെ, ഈ സെൽഫി ഒരു മാസ് സെൽഫിയാ. സണ്ണിനെ ഓപ്പൺ മൗത്ത് വെച്ചിരിക്കുന്ന പോലെയാ ഈ പടം. എവിടെ നോക്കട്ടെ. ആഹാ, കൊള്ളാലോ. പിന്നെ പരീക്ഷ വരുമ്പോഴേ സണ്ണിനെ വിഴുങ്ങിയതും ലൈക്ക് കിട്ടിയതും എഴുതാൻ മതി കേട്ടോ. മാർക്കെങ്ങാനും കുറഞ്ഞാൽ നിന്റെ മമ്മിയും ഡാഡി എന്നോടോ ചോദിക്കാം. ഞാൻ ന്യൂയോർക്കിലേക്ക് പോകല്ലേ. എവിടെ പോവാണെങ്കിലും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണം. അതൊക്കെ ഞാൻ മേടിച്ചോളാം. അങ്കിള് നോക്കിക്കോ, ഈ വർഷവും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. ഉവ്വ ഞാൻ കഴിക്കാൻ പോവാ. ഇനി ഭക്ഷണം എങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇനി ഒന്ന് ചൂടാക്കി തരില്ല കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പം അതിനകത്ത് കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ദേ കൃഷ്ണദേവ് ഇരിക്കണേ. സ്റ്റീഫൻ ലൈക്ക് ചെയ്തില്ലാട്ടാ. സെൽഫി സൂപ്പറായിട്ട് ട്ടാ. ആ താങ്ക്സ്. നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് നിനക്കായിരിക്കും. എന്റെ സെൽഫിക്ക് 100 ലൈക്ക് കിട്ടിയില്ലേ? സ്റ്റീഫനെ വെട്ടിക്കും. ഇതെങ്ങനെ എടുത്തേ? 2 വീക്സായി ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇന്നലെ കറക്റ്റ് പൊസിഷൻ കിട്ടിയ. ആ സ്റ്റീഫ, നീ എന്താ അച്ഛൻ്റെ സെൽഫിക്ക് ലൈക്ക് ചെയ്യാണ്ടിരുന്നേ? നീ സ്വിമ്മിംഗ് പൂളിലെ ചാടുന്ന സെൽഫിയൊക്കെ ഞങ്ങൾ ലൈക്ക് ചെയ്തല്ലോ. അവന് ജലസ്യാ. അവന്റെ സെൽഫിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടിയില്ലോ. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ലൈക്ക് ചെയ്യൂ. ഇതിനേക്കാൾ ബെറ്റർ സെൽഫി ഞാനിടും. കുറെ ലൈക്കും കിട്ടും. നിങ്ങളൊക്കെ നോക്കിക്കോ. കമോൺ ഗൈസ്. ഇതിനേക്കാളും നല്ല സെൽഫി എടുക്കാവോ കടലിൽ ചാടിട്ട് വരൂ. എന്താ മിണ്ടാത്തെ? എക്സാമിന്റെ ടൈം ടേബിൾ വരാറായി. ഓരോ ലെസനും റിവിഷൻ ചെയ്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാണ്ട് നിൽക്ക. ഈയിടെയായിട്ട് കൃഷ്ണദേവ് പഠിത്തത്തെ തീരെ വീക്കാ. ഇങ്ങനെ പോയാൽ ഗാർഡിയനെ വിവരം അറിയിക്കേണ്ടി വരും. വേണ്ട ടീച്ചർ, ഞാൻ പഠിച്ചോണ്ട് വരാം. ഈ ലെസനും അടുത്ത ലെസനും പച്ച വെള്ളം പോലെ പഠിച്ചിട്ട് വരണം. നാളെ ഞാൻ ഏത് ചോദ്യം ചോദിച്ചാലും എനിക്ക് ഉത്തരം കിട്ടണം. ശരി ടീച്ചർ. ശരി. കമ്പ്യൂട്ടറും ഗെയിമും ഒക്കെയായി നിങ്ങളുടെ വിലപ്പെട്ട സമയം ആരും നഷ്ടപ്പെടുത്തരുത്. എക്സാം അടുത്തു. നല്ലവണ്ണം എല്ലാവരും മനസ്സിരുത്തി പഠിക്കണം. ഈ ലെസൺ എല്ലാവരും ഒന്നും കൂടി റിവൈസ് ചെയ്തേ.
മേഡാണല്ലോ. ഹലോ മേഡം. മോനായി ഫോണൊന്ന് അച്ഛനും കൊടുത്തേ. അച്ചു ഇവിടെ ഇല്ല. അച്ചു ട്യൂഷന് പോയേക്കാ. ഇതുവരെ എത്തിയിട്ടില്ല. അവനെ ഇവിടുത്തെ അലാസ്ക സ്കൂളിൽ അഡ്മിഷൻ ശരിയായി. നമ്പർ 1 സ്കൂളാ. വെക്കേഷൻ ഫസ്റ്റ് വീക്ക് തന്നെ ഞങ്ങൾ നാട്ടിലെത്തും. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ അവനോട് പറഞ്ഞേക്ക്. ആയിക്കോട്ടെ മേഡം. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ മേഡം. ഓക്കെ. ഓക്കെ മേഡം. അച്ചുവിന് ന്യൂയോർക്കിൽ അഡ്മിഷൻ കിട്ടിയെന്ന്. ആഹാ. അവര് വെക്കേഷനിൽ നാട്ടിൽ വരണ്ട്. ആ അല്ലേലും അച്ചു അവരുടെ കൂടെ നിൽക്കുന്നതാ നല്ലത്. അതെന്തേ? അച്ചു ഉറങ്ങുമ്പോ അച്ഛനും അമ്മ എണീക്കും, അവരുറങ്ങുമ്പോ അച്ചു എണീക്കും. അവിടെ ഇവിടെ ആയിട്ട് ഇത് എന്തൊരു ജീവിതാ. ഒന്ന് ഫോണിൽ സംസാരിക്കണേ പോലും ആരെങ്കിലും ഒരാൾ ഉറക്കൊളിച്ചിരിക്കണം. ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. അതൊന്നും നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്റെ പൊന്നമ്മിണിയേ. നിങ്ങളുടെ പൊന്നമ്മണിയാ? അല്ല, നാട്ടുകാരമ്മണി. അച്ചോ, നിന്റെ മമ്മി ഇപ്പൊ വിളിച്ചോളൂ. നിനക്ക് ന്യൂയോർക്കിൽ അഡ്മിഷൻ ആയിരുന്നെന്ന്. നന്നായിട്ട് പഠിച്ചോട്ടോ. മാർക്കെങ്ങാനും കുറഞ്ഞ എന്റെ ഗതി. ദാ ഇപ്പൊ വരാം. ആ കൃഷ്ണദേവന്റെ പോസ്റ്റിനിട്ട് ലൈക്ക് കണ്ട പെട്ടെന്ന് തന്നെ ഒരു കിടിലൻ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യ്. ഞാൻ ബെസ്റ്റ് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. എന്നാ ഇന്ന് തന്നെ പോയി എടുക്കാം. ക്ലാസ് കഴിയട്ടെ എന്നിട്ട് പോകാം. ഇതിന്റെ മുകളിൽ കയറി അവനെ എടുക്കാൻ പറ്റോടാ? സ്റ്റീഫന് നല്ല ധൈര്യം, അവനെടുക്കും. എന്നാ അച്ചുവിന്റെ സെൽഫിയേക്കാൾ കൂടുതൽ ലൈക്ക് അവനും കിട്ടും. പിന്നെ അവനായിരിക്കും സ്കൂളിലെ സ്റ്റാർ. ഹലോ നാനി. ഡാ അച്ചു, സ്റ്റീഫൻ പുതിയ സെൽഫി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്ലിക്കാ, നീ കണ്ടാ? വട്ടായോ? അല്ല, ശനിയാഴ്ച രാവിലെ ആയിട്ട് എങ്ങോട്ടാ? ഈ സ്കൂളിനകത്തതിൻ്റെ പേരിൽ കറങ്ങാൻ പോവാ? നോക്കിക്കോ, മമ്മി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. എന്റെ അങ്കിളെ ഞാൻ കറങ്ങാൻ പോകുന്നതല്ല, ഫ്രണ്ടിന്റെ വീട്ടിൽ റിവിഷൻ ചെയ്യാൻ പോകുന്നതാ. ഓ, അത് കയ്യിൽ പുസ്തകമില്ലാതെ കണ്ടപ്പോഴേ മനസ്സിലായി. അയ്യോ, ഞാൻ മറന്നുപോയതാ. അങ്കിൾ ഓർമ്മിപ്പിച്ച നന്നായി. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ വെളിവില്ലാണ്ടായോ? പുസ്തകം എടുക്കാണ്ട് പഠിക്കാൻ പോണു. കഷ്ടം. ലോക കുടുംബ ദിനം ആചരിച്ചു. അച്ചു, എനിക്ക് സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു. കുറച്ചും കൂടിയേ ഉള്ളൂ, വേഗം വാ. എനിക്കും പേടിയാവുന്നു. ഞാനില്ല, എനിക്ക് പോണം. ഞാനുണ്ട്. സെൽഫി നമുക്ക് പിന്നെ എടുക്കാച്ചു. ഞാൻ എന്തായാലും സെൽഫി എടുത്തിട്ടേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് പോകണമെങ്കിൽ പൊക്കോ.
കുടിച്ചോ. എനിക്ക് വേണ്ട. വെള്ളത്തിലൊക്കെ വീണതല്ലേ, വല്ല പനിയും വരും. ചുക്ക് കാപ്പിയാ, ഇത് കുടിച്ചാ ഒന്നും പേടിക്കണ്ട. ചുക്ക് കാപ്പിയോ? ഇഞ്ചിയും കുരുമുളകും ഇഞ്ചിയോ? കരയാമ്പൂ ഒക്കെ ഇട്ട് തിളപ്പിച്ച പനഞ്ചക്കര ഇട്ട കാപ്പി. എന്താ കുട്ടിയുടെ പേര്? കൃഷ്ണദേവ്. അച്ചുന്ന് വിളിക്കും. അച്ചു എന്തിനാ ഒറ്റയ്ക്ക് പുഴയിലിറങ്ങിയത്? സെൽഫി എടുക്കാൻ. സെൽഫിയാ? ആ, മൊബൈലിൽ. അയ്യോ, എന്റെ മൊബൈല്. ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ആരാ? എന്റെ പേര് നാണി. അച്ചു എന്നെ നാണി മുത്തശ്ശീന്ന് വിളിച്ചോളൂ. എന്നെങ്ങനെയാ രക്ഷപ്പെടുത്തിയേ? അതൊക്കെ പിന്നെ പറയാം. നീ കാപ്പി കുടിക്കേ. എന്റെ മൊബൈല്. ഇതെന്ത് കുന്ത്രാണ്ടാ? കുന്ത്രാണ്ടോ? അത് സെൽഫി സ്റ്റിക്കാ. ഞാൻ പോവാ. സൂക്ഷിച്ചു പോണം. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ, കോടതി ശരി വച്ചു. ഇന്ന് പേപ്പറിൽ പീഡനമൊന്നും ഇല്ലേ? ഓ, എന്താ ഒരു ഇരിപ്പ്. ഭാവം കണ്ടു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലിരിക്കുന്നേന്ന് തോന്നും. അമ്മിണിയേ, നീ പറയുന്നത് ഞാൻ നന്നായി കേക്കണ്ടട്ടാ. അതിന് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ. ചെറുക്കം, നീ ആദ്യം ഒരു ചായ കൊടുത്തേ. എനിക്ക് ചുക്ക് കാപ്പി മതി. ചുക്ക് കാപ്പിയാ? ആ, പനഞ്ചക്കര ഇട്ട ചുക്ക് കാപ്പി. നീ കിട്ടി നിനക്കില്ലേ? അച്ചു പോവാണോ? എന്നെങ്ങനെ കണ്ടത്? നീ ഇവിടെ വന്നിരിക്കടാ. ഇതെന്താ? തൈര്. ഇതെന്തിനാ ഇങ്ങനെ അളക്കണത്? പാ തുറക്ക്. ആ, ആ, ചീസോ? വെണ്ണ. നല്ല ടേസ്റ്റ്. ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഇതുകൊണ്ട് സംഭാരം ഉണ്ടാക്കാം. സംഭാരോ? ഇത്
ഇതിനും ഭേദം പാലാഴി കടയായിരുന്നു. ഇപ്പത്തെ പാലിലൊന്നും വെണ്ണയില്ലേ? അമ്മിണിയേ, ഇഞ്ചി മുളകൊക്കെ ചായച്ചു വച്ചണ്ടാ? എല്ലാം അവിടെ ചതച്ചു വെച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് വട്ടാണോ? വെറുതെ ആ ചെക്കൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് തുള്ളിക്കൊണ്ടിരിക്കുക. അവന്റെ ഇഷ്ടത്തിന് തുള്ളാൻ വേണ്ടിയാ എന്നെ നിന്നെ കൂടെ കാശൊന്നും നിർത്തിയേക്കണത്. തുള്ളിക്കോ, ഞാൻ ഒരു ദിവസം എന്റെ പണി നോക്കി അങ്ങ് പോവും. ആരും പിടിച്ചു നിർത്തൂല, പോണ്ടവർക്ക് എപ്പോ വേണമെങ്കിലും പോവാം. ചെക്കൻ്റെ ഒരു പൂതികള് പേടിപ്പിക്കണു. നീ ഇങ്ങനെ വെയിലത്ത് ഓടിയും ചാടിയും നടന്ന അവസാനം കരിവാളിച്ചു പോകും. ഒടുവിലും മമ്മിയും ഡാഡിയും വന്ന് കഴിയുമ്പോൾ അച്ചൂനെ കണ്ട തിരിച്ചറിയില്ല കേട്ടോ, പറഞ്ഞേക്കാം. കുടിക്കാൻ പെപ്സി വേണോ സെവനപ്പ് വേണോ? അപ്പൊ സംഭാരോ? ആ, അച്ചു പറഞ്ഞ മാതിരി നല്ല തൈര് നല്ല പോലെ കടഞ്ഞ് ഇഞ്ചി പച്ചമുളക് വേപ്പില നല്ല ചുമന്നുള്ളിയൊക്കെ ഇട്ട് റെഡിയാ. എന്നാ എനിക്കത് മതി. അല്ല, നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചോണ്ട് വരണേ? ഒരേ ഇഞ്ചൽ അത് പറഞ്ഞു തരുന്നതാ ഇതെല്ലാം. ആ, അധികം വൈകാണ്ട് നീ ആ ഏഞ്ചലിനെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും. നിന്റെ വിക്രികൾ കാരണേ അമ്മണി പണി നിർത്തി പോവാനാ സാധ്യത. വാടാ, നമുക്ക് സമ്പാദിക്കാം. വാടാ. ഇത് വറുത്ത് തൊണ്ട് കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കണം. രാവിലെ എടുത്ത് കഴിക്കാൻ നല്ല സ്വാദാ. ഓ, ഈ മുത്തശ്ശിയുടെ ഓരോ വെറൈറ്റി സംഭവങ്ങള്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്ന എൻ്റെ അച്ചു. അച്ചു, നീ സ്കൂളിലേക്ക് ചോറ് എങ്ങനെയാ കൊണ്ടുപോവാറ്? ടിഫിൻ ബോക്സിൽ. അച്ചു, ചൂടുള്ള ചോറ് വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടോ? വാഴയിലേലോ? പിറന്നാളിന് അമ്മിണി ചേച്ചി ഇലയിലാണ് ചോറ് വിളമ്പി തരാറ്. എന്നാ നാളെ സ്കൂളിൽ പോകുമ്പോ അച്ചു വാഴയിലയിൽ ചോറ് കൊണ്ടുപോയി നോക്ക്. തോരൻ, തേങ്ങാ ചമ്മന്തി, ഓംലറ്റും. ചെക്കൻ്റെ ഓരോരോ സൂക്കേടുകൾ. ഇവിടെ ഓരോ പിള്ളേർ മാറി മാറി ടിഫിൻ ബോക്സ് കൊണ്ടുപോകുമ്പോൾ ചെക്കന് മാത്രം വാഴയില്ല. നീ എന്തെങ്ങനെ വണ്ണം വെച്ചിരിക്കണേ? ഒന്ന് തീറ്റ കുറച്ചൂടെ? ഇതൊക്കെ 6 പാക്ക് ആവും, നോക്കിക്കോ നീ. കാണാം. വേറെ പോസ്റ്റ് ഒന്നും ഇട്ടില്ലല്ലോ. ശനിയാഴ്ച എടുത്ത സെൽഫി എവിടെ? ഞാൻ ഒന്നും എടുത്തില്ല. എന്താ കിട്ടിയില്ലേ? കിട്ടി, പുളിങ്കുരും സംഭാരവും. പുളിങ്കുരും സംഭാര ഇന്നലെ ചെല്ലാത്തോണ്ട് പിണക്കാന്ന് തോന്നണേ. നീ വാ. നമസ്തേ. ചിൽഡ്രൻ, നാളെ മുതൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവാ. 10th എക്സാം തീരുന്നതോടെ നിങ്ങളുടെ എക്സാം തുടങ്ങും. ഈ ഒഴിവ് ദിവസങ്ങളിൽ ആരും കളിച്ച് നടക്കാതെ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് എല്ലാ സബ്ജക്റ്റുകളും റിവിഷൻ ചെയ്തിട്ട് വേണം ഏതൊരു ചോദ്യത്തിനും തയ്യാറായിട്ട് വരാൻ. ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. ലെറ്റ്സ് സ്റ്റാർട്ട്. പുസ്തകം എടുത്തോളൂ.
സ്റ്റഡി ലീവാ. നാളെ മുതൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സെൽഫികൾ നീ നോക്കിയിരുന്നോളണം. ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ സ്റ്റീഫനെ സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് നിന്നെയും കാണണം. അച്ചു, നമ്മുടെ സ്റ്റീഫനെ ട്രെയിൻ തട്ടി. നിങ്ങൾ എന്തിനായി മുതിർന്നവർ പറയുന്നത് കേൾക്കാതെ ഇത്ര അപകടം നിറഞ്ഞ കളിയൊക്കെ കളിക്കുന്നത്? രക്ഷപ്പെട്ടെങ്കിലും എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ നിന്റെ കൂട്ടുകാരൻ? ഞാനുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയായിരുന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. മത്സരമൊക്കെ നല്ലതാ, പക്ഷെ അത് അപകടം വരുത്തി വെച്ചിട്ടാവരുത്. അന്ന് അച്ചു പുഴയിൽ വീണ നേരത്ത് ഞാനില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാനൊരു കഥ പറയട്ടെ. ഒരിടത്ത് ഒരുപാട് കാലം മുമ്പ് ഒരു നല്ലവനായ രാജാവുണ്ടായിരുന്നു. രാജാവിനും രാജ്ഞിക്കും വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു പെൺകുഞ്ഞുണ്ടാകുന്നത്. ആറ്റുനോറ്റുണ്ടായ രാജകുമാരിയെ വളരെ ലാളിച്ചാണ് രാജാവും രാജ്ഞിയും വളർത്തിയത്. മുതിർന്നപ്പോൾ രാജകുമാരി തന്നിഷ്ടകാരിയായി. ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു പ്രകൃതം. ഒരിക്കൽ തോഴിമാരുമൊത്ത് കുളിക്കാനായി രാജകുമാരി കാട്ടിലെത്തി. അവിടെ കണ്ട പുഴയിൽ കുളിക്കാനിറങ്ങിയ രാജകുമാരിയെ മുതലെയുള്ള പുഴയാണ്, അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് തോഴിമാര് തടഞ്ഞു. രാജകുമാരി കേട്ടില്ല. അവള് പുഴയിലിറങ്ങി നീന്തി തുടങ്ങി. ഭയത്തോടെ തോഴിമാര് കരയിലും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം രാജകുമാരി പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. രാജാവിനും രാജ്ഞിക്കും സ്വന്തം മകളുടെ ശവശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ രാജാവിന് തൻ്റെ രാജ്യം ശ്രദ്ധയോടെ ഭരിക്കാനും കഴിഞ്ഞില്ല. രാജകുമാരിയുടെ തെറ്റായ തീരുമാനത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഒരു രാജ്യം മുഴുവനും നശിക്കാനിടയായി. എന്തൊക്കെ കാഴ്ചകൾ ബാക്കി വെച്ചായിരുന്നു ആ രാജകുമാരി ഈ ലോകത്തുനിന്ന് പോയത്. അതുപോലെ അപകടം നിറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ആലോചിക്കണം. അച്ചു കാണാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലുണ്ടെന്നറിയാമോ? അതൊക്കെ കാണണ്ടേ അച്ചുവിന്? മൂവന്തി മാനത്ത് ചെഞ്ചില വീഴുന്നേ, ചെമ്മാന
ചെഞ്ചൊളി നിറയുന്നേ ചെഞ്ചായ തീരത്ത് ചെങ്കതിരുലയുന്നേ ചേലോലും ചേമന്തി ചെമ്പൊടി വിതറുന്നേ ആമുക്ത ജാലമെഴും പൂമാനം നോക്കി നോക്കി പൂമ്പുഴയോരത്ത് അന്തിക്കിരിക്കാം ഈ മുത്തശ്ശിക്കൊപ്പം മണ്ണിൽ ഒന്നായൊഴുകാം. വഴിനീളേ ഒളിവിതറും പൂക്കൾ തഴുകിടാം വയലേലത്തടത്തിലെ ആമ്പൽ ചിരി കാണാം. വഴിനീളേ ഒളിവിതറും പൂക്കൾ തഴുകിടാം വയലേലത്തടത്തിലെ ആമ്പൽ ചിരി കാണാം. തെളിനീരിൻ ചോലയിൽ നീന്തി നീരാടാം തെളിനീരിൻ ചോലയിൽ നീന്തി നീരാടാം. മുഖം നോക്കി കണ്ണാടിപ്പുഴ കടവിലിരിക്കാം. കഥകളുറങ്ങും കാവുള്ള കരിങ്കുയിൽ പാടും കാടുള്ള കരിയില ചിതറും കാറ്റുള്ള സുന്ദരമായൊരു ഗ്രാമം. മൂവന്തി മാനത്ത് ചെഞ്ചില വീഴുന്നേ ചെമ്മാന ചെമ്പുല്ലിൽ ചെഞ്ചൊളി നിറയുന്നേ ചെഞ്ചായ തീരത്ത് ചെങ്കതിരുലയുന്നേ ചേലോലും ചേമന്തി ചെമ്പൊടി വിതറുന്നേ ആമുക്ത ജാലമെഴും പൂമാനം നോക്കി നോക്കി പൂമ്പുഴയോരത്ത് അന്തിക്കിരിക്കാം ഈ മുത്തശ്ശിക്കൊപ്പം മണ്ണിൽ ഒന്നായൊഴുകാം. വെയിൽ വീഴും നേരം തുള്ളും തുമ്പികളെ കാണാം വരിനെല്ലിൻ കതിരാട്ടം കണ്ടുമടങ്ങിടാം. വെയിൽ വീഴും നേരം തുള്ളും തുമ്പികളെ കാണാം വരിനെല്ലിൻ കതിരാട്ടം കണ്ടുമടങ്ങിടാം. കൂടേറും കിളികൾ തൻ താളം നോക്കിടാം കൂടേറും കിളികൾ തൻ താളം നോക്കിടാം. തണുവീശും മാറ്റിന്നോരത്തോടി നടന്നിടാം. കഥകളുറങ്ങും കാവുള്ള കരിങ്കുയിൽ പാടും കാടുള്ള കരിയില ചിതറും കാറ്റുള്ള സുന്ദരമായൊരു ഗ്രാമം. സുന്ദരമായൊരു ഗ്രാമം സുന്ദരമായൊരു ഗ്രാമം സുന്ദരമായൊരു ഗ്രാമം സുന്ദരമായൊരു ഗ്രാമം സുന്ദരമായൊരു ഗ്രാമം സുന്ദരമായൊരു ഗ്രാമം. അമ്മിണി കുറെ നാളെ നിങ്ങളുടെ ആ ചെക്കന്റെ ആട്ടത്തിനൊന്നും ഞാൻ കൂട്ടു വെക്കുന്നു. നെല്ലൊന്നും പുഴുങ്ങാനേ എനിക്ക് പറ്റില്ല. ഞാൻ പോവാ. രണ്ടും കൂടെ എന്താന്ന് വെച്ചാൽ അങ്ങ് പുഴുങ്ങിക്കോ. ഹോ. ആ അച്ചു വന്നോ? എന്താ മുഖത്തൊരു തെളിച്ചമില്ലാത്ത? അമ്മിണി ചേച്ചി ഇനി വീട്ടിലെ ജോലിക്ക് വരില്ല. അതിനെന്താ, മോനായില്ലേ? മോനായെങ്കിലുണ്ട്, എന്നാലും
ഇന്ന് ആ അച്ഛനൊരു മുത്തശ്ശിയില്ലേ? മോനായിയോട് ചോദിച്ചു നോക്ക്, അയാൾക്കറിയാമായിരിക്കും. മുത്തശ്ശിയോ? അങ്കളെ, അങ്കളെ, ഒന്നടാ മോനെ അങ്കളെ, ആ അങ്കളെ, എന്റെ മുത്തശ്ശി എവിടെ? മുത്തശ്ശിയാ? ആ, എനിക്ക് മുത്തശ്ശി ഇല്ലേ? മുത്തശ്ശിയുണ്ട്. എവിടെ? അച്ഛൻ്റെ മുത്തശ്ശീനെ ഡാഡി മമ്മി ദിവസത്ത് കൊണ്ടാക്കിയേക്കാം. എവിടേക്ക്? വൃദ്ധസദനത്തിൽ. അപ്പൊ ഇത് മുത്തശ്ശിയുടെ വീടല്ലേ? അതെ. പിന്നെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയത്? അത് അച്ഛൻ്റെ ഡാഡിക്ക് മമ്മിക്ക് അറിയുള്ളൂ. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം? എനിക്ക് മുത്തശ്ശിയെ കാണണം. എനിക്ക് മുത്തശ്ശിയെ കാണണം. അപ്പോ അച്ചു മുത്തശ്ശിയെ കാണാൻ വന്നതാണ്. നന്നായി. അച്ചുവിൻ്റെ മുത്തശ്ശിക്ക് ഇതിൽ പരൊരു സന്തോഷം ഇനി ഉണ്ടാവില്ല. തൻ്റെ കൊച്ചുമോൻ തന്നെ കാണാൻ എത്തിയിരിക്കുന്നു. അതൊരു വലിയ കാര്യമല്ലേ? അല്ല മോനായി? ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ ഒരു കുറവും വരുത്താറില്ല. അവരിവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞുകൂടുന്നത്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു നീറ്റലുണ്ടാവും. സ്വന്തമെന്ന് കരുതി പോന്നവർ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയതല്ലേ. എന്നാ നീ അച്ചുവാ, മുത്തശ്ശിയെ കാണിച്ചു തരാം. മുത്തശ്ശി അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാവും. ഈശ്വർ സാറേ, ആ, ഏതായി പുതുമുഖം? നമ്മുടെ ലക്ഷ്മിയമ്മയുടെ കൊച്ചുമോനാ. ആ, ഇപ്പൊ തേടി വന്നിരിക്കുക. നന്നായി. ഈശ്വര, എല്ലാവർക്കും ഇതുപോലെ കൊച്ചുമക്കളെ ദൈവം കൊടുത്തിരുന്നെങ്കിൽ. എന്താ പെട്ടത്? വരും, എല്ലാവരെയും തേടി വരും കേട്ടോ. വാ. ലക്ഷ്മിയമ്മേ, ഇയാളറിയോ? ലക്ഷ്മിയമ്മയെ അന്വേഷിച്ച് വന്നിരിക്കുക. എന്റെ അച്ചൂട്ടനാണോ? എൻ്റെ അച്ചൂട്ട, കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതാ നിന്നെ. എന്നാലും മുത്തശ്ശിയെ തേടി നീ വന്നല്ലോ. ആരെ നിന്നെ കൊണ്ടുവന്നേ? അച്ഛനും അമ്മ എവിടെയാ? മോനയെ, ഇതൊക്കെ നന്ദിനിമേടെ അറിഞ്ഞാണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും പറഞ്ഞാലേ അറിയോ? നീയായിട്ട് വാ ഉറക്കാണ്ടിരുന്ന. ഞാനാരോടും പറയാൻ പോണില്ല. ഒരു കാര്യം ചെയ്യ്, നീ അച്ഛനും വിളിക്കാൻ നോക്ക്.
ഇപ്പൊ വിട്ടാ ഇരുട്ടുമ്പോ വീട്ടിലെത്താം. എടാ അവര് മുത്തശ്ശിയും കൊച്ചുമോനും കുറച്ചേരം ഒന്ന് വർത്താനം പറഞ്ഞിരിക്കട്ടെ. അച്ചൂട്ടാ ആ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോട്ടാ. ഒരു മാസം കൂടി കഴിഞ്ഞാൽ അച്ചൂട്ടൻ അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. ഇനി മുതൽ ഇവൻ ന്യൂയോർക്കിലാണ് പഠിക്കാൻ പോണതേ. അയ്യോ അല്ല അതിനെന്താ, വില കൂടിയ മൊബൈലല്ലപ്പോൾ ലോകത്തിൻ്റെ എവിടെയിരുന്ന് സംസാരിച്ചാലും ദേ ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ നേരിട്ട് കണ്ട് സംസാരിക്കാമല്ലോ. അച്ചോ ആരാ വാ നമുക്ക് പോവാം. എന്താ മോനായി, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നീ എന്നോട് കാണിക്കുന്നില്ലല്ലോ. കയ്യൊന്നും തോറും ചോറ് വാങ്ങി തിന്നേക്കണതാ, മറക്കാൻ പറ്റുമോ? എനിക്ക് അമ്മത്തേക്ക് നോക്കാൻ വയ്യ, അതുകൊണ്ടാ. അതിന് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇപ്പതാ എൻ്റെ അച്ചൂട്ടനെയും കൊണ്ട് ഇവിടെ വരാൻ തോന്നിയില്ലേ നിനക്ക്? ഇതിൽ പരം സന്തോഷം വേറെ എന്താ എനിക്ക്? എന്നാ ഇനി വൈകിക്കണ്ട, ഇറങ്ങാൻ നോക്ക്. എൻ്റെ അച്ചൂട്ടൻ മുത്തശ്ശിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. ഞാൻ ഇനിയും വരും. കുറേ നേരമായല്ലോ അച്ചു ഒരേ ഇരിപ്പിരിക്കുന്നു. മുത്തശ്ശിയെ കണ്ടുവന്നിട്ട് ഒരു വിശേഷവും പറയാനില്ലേ? എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് മുത്തശ്ശിയെ കാണുന്നത്. മുത്തശ്ശി പറഞ്ഞു എന്നെ കുഞ്ഞായിരിക്കുമ്പോഴാണ് കണ്ടതെന്ന്. എന്നാലും ഈശ്വരങ്ങൾ എന്നെ മുന്നിൽ പിടിച്ച് നിർത്തി ഇയാളെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ചൂട്ടനാണെന്നാ മുത്തശ്ശി ചോദിച്ചത്. എന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും വൃദ്ധസദനം ഒരു ജയില് തന്നെയാണ്. കൂടെയുള്ളവരോട് കഥ പറഞ്ഞും കളി പറഞ്ഞു ഇരുന്നാലും മനസ്സിൽ ഉറ്റവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. അതുകൊണ്ടാ അച്ചുവിനെ മുത്തശ്ശി മറക്കാതിരുന്നതും എൻ്റെ അച്ചൂട്ടാന്ന് വിളിച്ചതും. മുത്തശ്ശിയെ വിട്ട് പോരാൻ തോന്നണില്ലായിരുന്നു എനിക്ക്. അച്ചു വിചാരിച്ച മുത്തശ്ശി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലേ? എങ്ങനെ? മനസ്സിലാഗ്രഹം ഉണ്ടായാൽ എന്തും നടക്കും. പിന്നെ അച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തുണയായിട്ട് ലക്ഷ്മി മുത്തശ്ശി ഉണ്ടാവില്ലേ? നല്ല നല്ല കഥകൾ പറഞ്ഞു തരാൻ, നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി തരാൻ, പല പല കാഴ്ചകൾ കാണിച്ചു തരാൻ. അങ്കിളെ അങ്കിളെ മോനായ അങ്കിളെ എനിക്ക് ഓ ആ എഴുന്നേറ്റൂലോ, കാര്യം പറ. എനിക്ക് മുത്തശ്ശിയെ കാണണം. ഈ നട്ടപ്പാതിരിക്കാം. നമ്മൾ ഇന്നലെ മുത്തശ്ശിയെ കണ്ടു വന്നേലുള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാ. ഞാൻ അച്ഛനെ കൊണ്ടുപോവാ. മമ്മീൻ്റെ ഡാഡി അറിയരുത്. എനിക്കിപ്പോൾ തന്നെ മുത്തശ്ശിയെ പോയി കാണണം. എൻ്റെ അച്ചുവെ കിടക്ക്, നേരം വെളുക്കട്ടെ, നമുക്ക് ആലോചിക്കാം. പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ പോണം. അതിലിപ്പോൾ ഉണ്ണിയങ്ങൾ വീട്ടിൽ പോയേക്കല്ലേ, കാർ ആരെടുക്കണേ? ഉണ്ണിയങ്ങളെ നമുക്ക് വിളിക്കാം. മനസ്സിന് ആകെ ഒരു വേവലാതിയായിരുന്നു. ഇപ്പൊ സമാധാനായി. മോനായി, ഞാൻ കാറിൽ കിടക്കുന്നുണ്ട്, പോകാൻ നേരം വിളിച്ചാൽ മതി. ഈ കുട്ടിക്കാലവും വാർദ്ധക്യവും ഒരേ ചിന്തയിലൂടെ കടന്നു പോകുന്ന രണ്ട് ഘട്ടങ്ങളാണ്. കണ്ടില്ലേ, അവിടെ അച്ചു മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഇവിടെ ലക്ഷ്മിയമ്മ
രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ പാവം. എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നടോ. ഇപ്പൊ അച്ചു തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോ ഇവിടെ ഉണ്ടായ ആ ഒരു സന്തോഷമുണ്ടല്ലോ. സത്യം പറഞ്ഞ എൻ്റെ ഉറക്കം പോയി. സന്തോഷം കൊണ്ടാ. എന്തായി, രണ്ടാൾക്കും സന്തോഷായില്ലേ? ഹായ്, ലക്ഷ്മി അമ്മ തിരിച്ചുല്ലോ. അച്ചു പോണ്ടേ? ആഹാ. അച്ചു എഴുന്നേറ്റേ. ദേ നീ പറഞ്ഞപ്പോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. നീ നമുക്ക് പിന്നെ വരാം. ഞാൻ വരുന്നില്ല. ഏയ്, ഞാൻ ഇവിടെ നിക്ക എന്റെ മുത്തശ്ശിയുടെ കൂടെ. ചതിക്കല്ല അച്ചു. അച്ചൂട്ടൻ ചെല്ലേ, നിനക്ക് എപ്പോൾ വേണമെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് വരാലോ. മുത്തശ്ശി എൻ്റെ ഒപ്പം വരുമോ? എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ഒന്ന് പറ. അച്ചു, ഇതും മുത്തശ്ശിയുടെ വീട് തന്നെയാ. മുത്തശ്ശി എത്ര സന്തോഷത്തോടെ ഇവിടെ കഴിയണത്. പിന്നെ മുത്തശ്ശി അച്ചുവിൻ്റെ കൂടെ വന്ന മുത്തശ്ശിയുടെ ഇവിടെയുള്ള കൂട്ടുകാർക്കൊക്കെ വലിയ വിഷമാവില്ലേ? മുത്തശ്ശി എൻ്റെ ഒപ്പം വന്നില്ലെങ്കിൽ എനിക്കും വിഷമാവും. അച്ചു, മമ്മിയും ഡാഡിയും എന്റെ പണി കളയിക്കരുത്. മമ്മിയും ഡാഡിയും വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഇനി എത്ര നിർബന്ധിച്ചാലും ഞാൻ വരില്ല. മോനെ, ഞങ്ങള് പൊക്കോ. ഞാൻ മുത്തശ്ശിയുടെ കൂടെ കിടക്കാൻ പോവാ. അതെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് അച്ചു. ഗുഡ് മോർണിംഗ്. ആഹാ, നല്ല സന്തോഷത്തിലാണല്ലോ മുത്തശ്ശിയും കുച്ചുവനും. അച്ചു, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. കുളിയൊക്കെ കഴിഞ്ഞോ? എവിടെ, ഇപ്പം എഴുന്നേറ്റുള്ളൂ. പല്ലും കൂടി തേച്ചിട്ടില്ല. ശരി. അച്ചുവിനെ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണണം. ഇവിടെയൊക്കെ കാണാൻ ഞങ്ങൾ വയസ്സന്മാരും വൈദ്യകളും മാത്രമേ. ഇതാ എൻ്റെ മോളുടെ മോന് വേണ്ടി വാങ്ങിച്ചതാ. പുതിയതാ, അവട്ടിട്ടില്ല. നിനക്ക് പാകാവും. കുളി കഴിഞ്ഞിട്ട് ഇതിട്ട് നോക്ക്. താങ്ക് യു അങ്കിൾ. വെൽക്കം വെൽക്കം. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ആ ഡ്രൈവർ, എടുത്ത ലഗേജസ്. വാ, കം ഓൺ ഡാഡ്. ഇത് വലിയ കഷ്ടല്ലേ വിനയ? നോട്ട് വിനയൻ, വിനയ്. വിനയ് ചന്ദ്. ചന്ദ്. ആ, വിനയ് ചന്ദ്. ചന്ദേട്ടന് അല്ല, ചന്ദ്രേട്ടന് ഇങ്ങനെ 4 months, 4 മാസം കൊടുത്തു. അതും വെൽ ട്രെയിനേഴ്സിന്റെ കീഴിൽ. എന്നിട്ട് മൈ നെയിം ഈസ് ചന്ദ് എന്ന് പോലും പറയാൻ പഠിച്ചെന്ന് പറയുമ്പോ പ്രായം എത്രയായില്ലേ? പിന്നെ എല്ലാവർക്കും അത്ര എളുപ്പമല്ല ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ഞാൻ സംസാരിക്കുന്നില്ലേ? ഓ, എനിക്കാരോടും പറയാൻ മടിയൊന്നുമില്ല. ദാറ്റ് ഞാൻ 10th class ഫെയിൽഡ്. സത്യം. ലുക്ക് മിസ്റ്റർ ഈശ്വർ, എന്റെ ചിൽഡ്രൻസ് ഇങ്ങോട്ട് ലോക്കൽ ലാംഗ്വേജ് പഠിച്ചല്ലേ വളരുക. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്. ഇവിടെ സുഖമായിട്ട് കഴിയാമല്ലോ അല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഞാനൊരു കുറവും വരുത്തില്ല. പിന്നെ ചന്ദ്രേട്ടൻ വിഷമിക്കണ്ട. ഇംഗ്ലീഷല്ലേ പ്രശ്നം. അത് നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം. എന്താ? എന്നിട്ട് നമുക്ക് ഗമയോടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാം. ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ, ക്യാൻ ഐ ലീവ്? യെസ്. താങ്ക്സ് സർ. ബൈ ഡാഡ്. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. സർ, ജസ്റ്റ് എ മിനിറ്റ്. ഇവിടെ ഇരിക്കും, ഇപ്പോൾ വരാട്ടോ. എന്താ? അതെ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമേ മനസ്സിൽ വെച്ചാൽ മതി. എന്താ ഇംഗ്ലീഷ് സംസാരിക്കാത്ത? അതല്ല, ഞാൻ 10th class തോറ്റ കാര്യം.
നല്ല നായ്. കാഷണ്ടിയും ഒരു വിഗും വെച്ച് കഷ്ടം. ഹായ്, കൊള്ളാലോ, പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് അങ്കിൾ. വെൽക്കം. ആ, ഇത് ചന്ദ്രേട്ടൻ. ഇംഗ്ലീഷ് പഠിക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഇവിടുത്തെ പുതിയ കൂട്ടുകാരൻ. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ജയന്റെ പടത്തില് ഇങ്ങനൊക്കെ നടക്കഥകള് പറഞ്ഞാലേ ചിരിച്ചിച്ച് ചാവും. പടാ ഇനിയുണ്ട് അപ്പൂപ്പന്റെ അടുത്ത് ഇതുപോലത്തെ കോമഡിയാണ്. കുടിക്ക്. അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ചെറിയ കുട്ടിയല്ലേ, പിടിവാശിയൊക്കെ കാണും. അതൊന്നും നോക്കാതെ പിടിച്ചു വലിച്ചും കൊണ്ടുവരണം. അതല്ലെങ്കിൽ നന്ദിനി മേഡത്തെയോ സേതു സാറിനെയോ വിവരം അറിയിക്കണം. ഇനി ഇങ്ങനെ വിട്ടാ നമ്മൾ അറിയിക്കാതെ തന്നെ അവരറിയും. പിന്നെ നമുക്ക് വേറെ പണി നോക്കേണ്ടി വരും. ഞാൻ നാളെ രാവിലെ വരാം. നമുക്ക് പോയി ചെക്കനെ പിടിച്ചോണ്ട് വരാം. ഇനി എൻ്റെ അച്ചൂട്ടൻ ചെല്ലേ. ഒരു ദിവസം മുത്തശ്ശിയുടെ കൂടെ നിന്നില്ലേ? ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂട്ടാ. ദേ, ഈ മോനായെങ്കിലും മോൻ്റെ എല്ലാ പോക്കറ്റത്തിനും കൂട്ടു നിൽക്കണതാ. ഇനി എന്നെ പരീക്ഷിക്കരുത്. കുറച്ച് ദിവസം കൂടി ഞാൻ പരീക്ഷ തുടങ്ങാനുള്ളതാ. ഒരുപാട് പഠിക്കാനുള്ളതല്ലേ. എന്നാ മോനെ ഞങ്ങള് വരുമ്പോ എന്റെ ബുക്സ് എടുത്ത് വരായിരുന്നില്ലേ? എൻ്റെ ഈശ്വരാ. ഞാനെന്താ ചെയ്യുക? ഉറ്റവർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഇവിടെയുള്ള എല്ലാവർക്കും ഇതുപോലൊരു കൊച്ചുമോനോ കൊച്ചുമോളോ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. മോനായി ഒരു കാര്യം ചെയ്യും, അവൻ്റെ പേരൻസിനെ വിവരം അറിയിക്കുക. വെറുതെ ഇനി താനൊരു കുറ്റക്കാരനാവുണ്ടല്ലോ. അച്ഛന് ഫോൺ കൊടുക്ക്. ആ, കൊടുക്കാം മേഡം. അച്ചു, ദേ മമ്മിയുടെ ഫോനാ, സംസാരിക്കണമെന്ന്. ഹലോ അച്ചു. ഹലോ അച്ചു, അമ്മയോട് സംസാരിക്കേ. അച്ചു. ഹലോ 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 ഹലോ. നന്ദിനി, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവനൊരു കൊച്ചുകുട്ടിയാ. പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാണ്ട് അവന്റെ തോന്നിവാസത്തിന് കൂട്ടുക. തോന്നിവാസോ? അല്ലാതെ ഇതിനെന്താ പറയാ? അവന്റെ എക്സാം അടുത്തിരിക്കുക. നല്ല മാർക്ക് വാങ്ങിയാൽ അവന് ഇവിടെ അഡ്മിഷൻ കിട്ടും. അവനെ വേഗം മോനായുടെ കൂടെ വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിങ്ങളുടെ മുന്നിലിട്ട് ഞാൻ അവനെ തല്ലിക്കൊല്ലും. നീയും നൊന്ത് പ്രസവിച്ച കുട്ടിയല്ലേ അച്ചൂട്ടൻ? എന്തൊക്കെ വിവരക്കേടാ നന്ദിനി നീ വിളിച്ച് പറയണത്? പറയണതല്ലോ, പറയിപ്പിക്കല്ലേ. ഹലോ മോനായി, അവൻ വരുന്നില്ലെങ്കിൽ 2 എണ്ണം കൊടുത്തിട്ട് പിടിച്ചിട്ട് പോരണം. ശരി മേഡം. അത്രയ്ക്ക് വാശി പാടില്ലല്ലോ കുട്ടികൾക്ക്. പറഞ്ഞത് മനസ്സിലായോ? ശരി മേഡം. നാട് വിട്ടു പോയാൽ ഇത്രത്തോളം സംസ്കാരമല്ലേ ഉണ്ടാവോ? ഞാനെന്താ ചെയ്യണ്ടേ? മോനായി പോയി അച്ചൂട്ടൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് വരൂ. What is your name? പറയൂ, what is your name? My name is Chandu. ചന്തു എന്നല്ല, ചാന്ദ്. ചാന്ദ്. ആ, ഇനി പറ, what is your name? My name is Chandu. ആ, correct. ഇത്രേ ഉള്ളൂ.
ഇനി പറ, വാട്ട് ഈസ് യുവർ സൺസ് നെയിം? മൈ സൺസ് നെയിം ഈസ് വിനയ് ചാന്ദ്. എന്താച്ചു ചന്ദ്രചാച്ചൻ പഠിക്കണ്ടോ? വേണ്ട അധികം വെച്ചോളൂ. കവറിൽ അച്ഛനുള്ള ഡ്രസ്സായിരിക്കും അല്ലേ? ഏയ് അച്ഛനുള്ള ഡ്രസ്സൊക്കെ മോനായി കൊണ്ടുവന്നില്ലേ. ഇത് നാളത്തെ കലാപരിപാടിക്കുള്ള ഡെക്കറേഷൻ സാധനങ്ങളാ. എല്ലാവരും കൂടി അതൊക്കെ ഒന്ന് കെട്ടി ഇവിടെ ഒന്ന് ചന്ത പിടിപ്പിക്കണം കേട്ടോ. കലാപരിപാടികളോ? ആ, എല്ലാ വർഷം നടത്താറുള്ളതാ. ഈ വർഷം അച്ഛൻ കൂടണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അടിച്ച് പൊളിക്കണം. ദൈവമേ കാത്തുകൊൾഗങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നേ ഭവാദിക്കു ഒരാവിവൻ തോണിലിൻ പദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദ്രക്കു പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. സുന്ദര സുദിനം സുമധുര സുസ്മിത സുദിനം, ഈ പുണ്യദിനത്തിൻ ശുഭവേളകളിൽ സംഗീത സാന്ദ്രമാക്കിടാം. ജീവിത സായാഹ്ന സങ്കടങ്ങൾക്കിന്ന് സാനന്ദം വിട ചൊല്ലി പാടാം. ഹാപ്പി 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 ഡേ, സീനിയർ സിറ്റിസൺ ഡേ. സാന്ത്വനത്തിന്നലായി ഞങ്ങളുണ്ട് കൂടി, മെഴുതിരിപ്പൂക്കളായി ഞങ്ങളുണ്ട് ചാരേ. സാന്ത്വനത്തിന്നലായി ഞങ്ങളുണ്ട് കൂടെ, മെഴുതിരിപ്പൂക്കളായി ഞങ്ങളുണ്ട് ചാരേ. ഈ മിഴികൾ ഇനി നനയരുതേ, ഈ ചിരികൾ ഇനി മായരുതേ. ഹാപ്പി 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 ഡേ, സീനിയർ സിറ്റിസൺ ഡേ. ഹാപ്പി 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 ഡേ, സീനിയർ സിറ്റിസൺ ഡേ. ഞാൻ വരില്ല. വെറുതെ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട അച്ചു. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. മര്യാദയ്ക്ക് വരാൻ നോക്ക്. ഞാൻ മുത്തശ്ശിയെ വിട്ട് വരില്ല. അച്ചു വാ. മമ്മി പൊക്കോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. വാ, വരാനാ പറഞ്ഞത്. മമ്മി ഞാൻ വരില്ല. മമ്മി നിന്നെ ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? മമ്മി വാടാ. മമ്മി ഞാൻ വരില്ല. വരാൻ. മമ്മി എനിക്ക് മുത്തശ്ശിയുടെ കൂടെ നിൽക്കണം. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. മമ്മി ഞാൻ വരില്ല. പറ്റില്ല. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അവിടെ കിടക്ക്. മമ്മി 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 I hate you, മമ്മി 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 മമ്മി
എന്തിനാ അവനെ പൂട്ടിയിട്ടെ? കൊച്ചു കുട്ടിയല്ലേ, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ സേതു? അവന്റെ പെരുമാറ്റം കണ്ട ഞാൻ ഒരു ശത്രുവിനെ പോലെയാ. ടെൻഷൻ കാരണം ഐ കാൻ കൺട്രോൾ മൈസെൽഫ്. ഞാൻ പറഞ്ഞോ? വേണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഒന്നില്ലെങ്കിൽ ഞാൻ അവന്റെ അമ്മയല്ലേ. ശരി. അച്ചു, അച്ചു, എന്താ അച്ചു? അച്ചുവിൻ്റെ പ്രവർത്തികൾ കാരണം ഡാഡി മമ്മി എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? എൻ്റെ അച്ചു ഇപ്പോൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ പിന്നെ. യെസ് നന്ദിനി, പറയൂ. ശ്യാം സർ, ഇവന് ന്യൂയോർക്കിൽ അഡ്മിഷൻ റെഡിയാക്കിയിരിക്കുക. പക്ഷെ അതിന് നല്ല മാർക്ക് വാങ്ങി ജയിക്കണം. നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാ. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. വേറെ എന്തിലൊക്കെയാണ് ചിന്ത. നന്ദിനി ഒന്ന് പുറത്തിരിക്കൂ, ഞാൻ കൃഷ്ണദേവുമായി ഒന്ന് വിശദമായി സംസാരിക്കട്ടെ. മോനാങ്കിളാണ് എന്നെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുപോയത്. ഞാൻ ആദ്യമായിട്ടാണ് മുമ്പിൽ മുത്തശ്ശിയെ കാണുന്നത്. മുത്തശ്ശിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. മുത്തശ്ശി എന്നെ കെട്ടിപ്പിടിച്ചു. ഹൗസി സർ? സേതു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ആ നിലയ്ക്ക് നന്ദിനിയും. കൃഷ്ണദേവ് ഒരു കൊച്ചു കുട്ടിയാണ്, പക്ഷേ അവൻ്റെ അകത്തൊരു വലിയ മനസ്സുണ്ട്. ആസ് എ ഫ്രണ്ട് പറയുന്നതിലൊന്നും തോന്നരുത്. ചികിത്സ വേണ്ടത് കൃഷ്ണദേവനല്ല, നന്ദിനിക്ക. അവൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരു തെറ്റാവുന്നത്? അവൻ്റെ സ്വന്തം മുത്തശ്ശിയല്ലേ. ലെറ്റ് ഹിം ഫ്രീ. അവൻ പഠിക്കുകയും ചെയ്യും, നല്ല മാർക്കും മേടിക്കും. എടി, അവനെ പൂട്ടിയിടണം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പോഴത്തെ കുട്ടികളാ എന്തെങ്കിലും കടുക ചെയ്ത് കഴിഞ്ഞാൽ ഐ ബെഗ് യു പ്ലീസ് അവനെ തുറന്നോട്. നീ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പിന്നെ മോനായി ഉണ്ടല്ലോ, അയാൾ നോക്കിക്കോളും. ഡോണ്ട് വറി, ഓക്കെ? നന്ദിനി മേഡം വന്നേ പിന്നെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന കരുതിയ. പക്ഷെ ഇപ്പോൾ കൂടുതൽ വഷളാവേണ്ടായത്. അച്ഛനെ കാണുമ്പോൾ സങ്കടം വരിക. ആ ഒരു വസ്തു കഴിക്കണില്ല. പണി പോണ കേസാ. നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമോ? നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല.
പിന്നെ എൻ്റെ പണി പോണെങ്കിൽ പോട്ടെ, എന്നാലും നന്ദിനി മേഡത്തിന്റെ തോന്നിവാസന കൂട്ടുവെക്കാൻ എന്നെ കിട്ടൂല. നീ വേഗം അച്ഛനും മുത്തശ്ശീലത്ത് കൊണ്ടാക്കി. ഇവനൊന്നും പാതിരാത്രി ഉറക്കമില്ലേ? അച്ചു 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 മോനായി, അച്ഛനെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. താനെന്താ വടി പോലെ നിൽക്കുന്നേ? അച്ചു ഇവിടെ. ഉണ്ണി, താൻ വേഗം വണ്ടി എടുക്ക്, ഞാൻ ദാ വരുന്നു. വേണ്ട സേതു, ഇനി ഒന്നും പറയണ്ട. നിങ്ങളുടെ വാക്ക് കേട്ടേടാ ഞാൻ അവനെ തുറന്നു വിട്ടത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവൻ ആ വൃദ്ധസദനത്തിൽ തന്നെ കാണും. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു, ആ ഈശ്വരനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റു. പിന്നെ വിളിക്കാം. വണ്ടി എടുക്കും. ഈശോ സാറേ, എന്റെ മദർ ഇൻ ലോ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്, അല്ലാതെ എന്റെ മകനെ അല്ല. എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. എക്സാം കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സാവകാശമൊന്നും നിങ്ങൾ തരില്ലല്ലോ. നോക്കൂ, ഇവിടെ ആരും ആരെയും പിടിച്ചു വച്ചിട്ടില്ല. നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ എനിക്കറിയാം. അത് കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടതല്ലേ. നിങ്ങളൊന്ന് ഓർക്കണം, അച്ചു ഒരു ചെറിയ കുട്ടിയാണ്. അവനെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിൽ നന്ദിനി പെരുമാറുന്നത് കൂടുതൽ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തേയുള്ളൂ. നന്ദിനി എടുക്കുന്ന തീരുമാനങ്ങളിൽ ആരുടെയും ഉപദേശങ്ങൾ കൈക്കൊള്ളാറില്ല. അച്ചു, വരാൻ. നിന്നോടല്ലേ വരാൻ പറഞ്ഞെ? വരാൻ. ഓ, വെൽ പ്രിപ്പയർഡ് ആണല്ലോ ഈശ്വർ സർ. എല്ലാറ്റിനും ഒരു പ്രിപ്പറേഷൻ വേണമല്ലോ മാഡം. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇതാ, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നന്ദിനി മാഡം വ്യക്തമായ മറുപടി പറഞ്ഞാൽ മാത്രം മതി. എന്റെ മകന് ഞാനുമായിട്ടുള്ള ഈ ചെറിയ പ്രശ്നത്തിന് ഞാൻ ആരുടെ മറുപടി പറയേണ്ടത്? മകൻ നിങ്ങളുടേതാണ്, പക്ഷേ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എൻ്റെതാണ്. ഇവിടെ നിന്ന് ഇവനെ നിങ്ങൾ ബലമായി പിടിച്ചുകൊണ്ടുപോയിട്ട് അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാ, ഈ മുത്തശ്ശിയോടും മറ്റുള്ളവരോടും ഞാനും കൂടി മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ്, പ്ലീസ് ചോദിച്ചോളൂ. പേരക്കുട്ടി മുത്തശ്ശിയെ കാണുന്നതും അവരോടൊപ്പം 2 ദിവസം താമസിക്കുന്ന ഒരു തെറ്റായിട്ടാണോ മാഡം കാണുന്നത്? എനിക്ക് തോന്നുന്ന തെറ്റുകളും ശരികളും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുത്തശ്ശിയുടെ സ്നേഹവും ലാളനയും അനുഭവിക്കേണ്ട വയസ്സിൽ ഇവർ തമ്മിൽ കാണുന്നത് മകന്റെ ഭാവി ബാധിക്കുമെന്നാണോ മാഡം കരുതുന്നത്? ഇതൊക്കെ സ്വന്തം മകനോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ഐ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ക്രൂരതയായി തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ മകന്റെ ഭാവി മാത്രമാണ് വലുത്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. താല്പര്യമുണ്ടാകണം മിസ്സസ് നന്ദിനി. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞങ്ങൾ ഇടപെടുന്ന കേസുകളിൽ അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യം നൽകാറില്ല. കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ നന്ദിനിയുടെ ഭാഗത്ത് യാതൊരു ന്യായവും കാണാൻ കഴിയുന്നില്ല. വയസ്സായ അമ്മയും അച്ഛനെയും പാഴ്വസ്തുക്കളായി കാണുന്ന നിങ്ങൾക്ക് ഒരു മാതൃകയാവുകയല്ലേ കൃഷ്ണദേവ്? മുത്തശ്ശിയുടെയും കൊച്ചുമകന്റെയും സ്നേഹത്തിന് മുന്നിൽ നിങ്ങളൊരു തടസ്സമാകുന്നു. നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എക്സോട്ടർ റിലേഷൻഷിപ്പാണ് മുത്തശ്ശിയുടെയും കൊച്ചുമക്കളുടെയും. അത് നേരിൽ കാണാൻ കഴിയുന്ന മുഹൂർത്തം അതുപോലെ മഹത്തരമാണ്. അത് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിനി ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, എന്റെ മകന്റെ ഭാവി.
പോലീസല്ല പട്ടാളം വന്നാലും അച്ചുവിന് സമ്മതമില്ലാതെ അവൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കില്ല. പപ്പേട്ടൻ പറഞ്ഞതാ, പപ്പേട്ടനെ നമുക്ക് മുന്നിലിറക്കാം. അതെ. ആ സ്വന്തം കൊച്ചുമക്കളെ കാണാനുള്ള അവകാശം ആരായി ഭൂമിയിൽ നിന്ന് കളഞ്ഞേ? ഇപ്പം അനുഭവിക്കുന്നത് നമ്മളാ. നാളെ ഇവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആകാതിരിക്കില്ലല്ലോ. തലയുക അന്ന് നമ്മുടെ വിഷം ഉണ്ടായിരുന്നു അവരറിയും. വേണ്ട പപ്പ, ഈ വേദനയും ഒറ്റപ്പെടലും നമ്മളിൽ അവസാനിക്കട്ടെ. ഇനിയുള്ള തലമുറകൾ ഒന്നിച്ച് ഒരു വീട്ടിൽ ജീവിക്കാനായി പ്രാർത്ഥിക്കാം. ആ എന്തായി സർ? കോംപ്ലിക്കേറ്റഡാ, വളരെ കോംപ്ലിക്കേറ്റഡാ. അല്ല, പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയെ തൂക്കിയെടുത്ത് നന്ദിനിയുടെ കയ്യിൽ ഇട്ട് തരാം. പക്ഷേ ബാലാവകാശ കമ്മീഷൻ എൻ്റെ തൊപ്പി പോവും. ഡോൺ വെറി. നന്ദിനി ഒരു കാര്യം ചെയ്യേ, ആ കുട്ടിയെ വിളിച്ചേ വല്ല ചോക്ലേറ്റോ മറ്റോ വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് മസ്കിട്ട് നോക്ക്. താങ്ക് യു സർ. ഓ ശരി. ആ നന്ദിനി, ഈ പ്രശ്നം ഒഴിവാക്കാൻ ഞാൻ ഒരു നിസ്സാര കാര്യം പറഞ്ഞുതരാം. നന്ദിനിക്ക് മകനെ വേണം, അച്ചുവിനോ മുത്തശ്ശിയെ വേണം. ഇവർ രണ്ടുപേരും ഒരു വീട്ടിലായാൽ പ്രശ്നം തീരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. വണ്ടി എടുക്കടോ. യെസ് സാർ. തിരിക്ക്. നീ 1.5 തിന്നൂലോ? തിരിക്കടാ, കേറട്ടെ. ആ ആ ഈ പത്രത്തിൽ വന്ന് വാർത്ത വായിച്ചോ താൻ? മുത്തശ്ശിയിൽ നിന്ന് പേരക്കിട അവനെ അകറ്റാൻ ശ്രമിക്കുന്ന അമ്മ. എല്ലാത്തിനും കാരണക്കാരൻ താനൊരുത്തനാ. ബോധം ഉറയ്ക്കാത്ത പിള്ളേരെന്തെങ്കിലും പിടിവാശി കാണിച്ചു എന്ന് കരുതി താൻ അവനെ എഴുന്നള്ളിച്ച് ആ തള്ളയുടെ അടുത്ത് കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അളിയന് തന്നോടുള്ള അന്ധമായ വിശ്വാസം കൊണ്ട് മാത്രമാ താനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചാൽ പുറത്താക്കിയത്. നാണം ഉണ്ടോളൂ ഇവിടുത്തെ ചോറ് തിന്നിട്ട് ഞങ്ങൾക്ക് തന്നെ പണി തരാൻ. ഡോ, ആ ചെക്കനെ ഞാൻ പൊക്കിക്കൊണ്ടുവരും, 4 കൊടുത്തിട്ടാണെങ്കിലും. എന്റെ അച്ചുട്ടനെ തൊട്ടാ നിന്റെ 2 കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഈ തള്ളക്ക് ഭ്രാന്ത. ഭ്രാന്ത് നിനക്കാടാ. സ്നേഹം പോലും അളന്ന് തിട്ടപ്പെടുത്തുന്ന ദരിദ്രവാസി. എടാ, ഒരു വയസ്സായ സ്ത്രീയെ പരിപാലിക്കേണ്ട സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയ നിനക്കൊക്കെ സംസാരിക്കാൻ പോലും യോഗ്യത ഉണ്ടോടാ? എടാ, നിന്റെ വീട്ടിലും ഇല്ലടാ അച്ഛനും അമ്മയൊക്കെ? അതോ അവർ ചത്തോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇവനൊക്കെ കൂടി അവരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി കാണും. താനൊക്കെ ഏതാ? എനിക്ക് തന്നോടും സംസാരിക്കാനില്ല. നീ എടാ, ഞങ്ങളൊക്കെ ഒരു കുടുംബോടാ. മനസ്സിലായോടാ തക്കാളി പൂനി? ഹരീന്ദ്രന് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉണ്ടോ? ഇല്ല, ഒന്നും അറിയാനില്ല. എന്താ എൻ്റെ അച്ഛനെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സേതു. ശരിയായ ഓർമ്മ പോലും ഇല്ലാത്തവരെ കണ്ടിട്ട് നമ്മളൊക്കെ മറക്കുക എന്ന് പറഞ്ഞ അവനെന്തോ പറ്റിയിട്ടുണ്ട് സേതു. ഐ തിങ്ക് ഹി ഈസ് അബ്നോർമൽ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. അങ്ങനെ ഒന്നും സംഭവിച്ചിരിക്കില്ല. നീ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് ചെയ്യാൻ നോക്ക്. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇനി ഞാൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഇവിടുത്തെ മേഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യം? എൻ്റെ പേര് സോമൻ.
ഇവിടുത്തെ ലോക്കൽ ചാനലിന്റെ റിപ്പോർട്ടറാ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞു. നമ്മളിവിടൊക്കെ ഉണ്ടായിട്ടും ചാനലിൽ വന്നില്ലല്ലോ എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. ഒരു 10 മിനിറ്റ് മേഡവുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാറിൽ ക്യാമറയുണ്ട്. ഇറങ്ങിപ്പോടാ. നല്ല തല്ല് വേണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. നീ ഈ സോമനെ നല്ലൊരു പുത്തരിയല്ല. അടിച്ചു നിന്റെ- നല്ലരുത് പറഞ്ഞെന്നേ ഉള്ളൂ. ഓൺ ചെയ്തോ. ഇതാണ് നമ്മുടെ ഐശ്വര്യ നിവാസ്. പേര് മാത്രമേ ഉള്ളൂ. ഐശ്വര്യം പടികടന്നു പോയിട്ട് വർഷങ്ങളായി. അത് തിരിച്ചു പിടിക്കാൻ പോയ ഒരു കൊച്ചു കുട്ടിയുടെ സമരനാളുകളുടെ കഥയറിയാൻ പോയ എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ ക്രൂരമായി മർദ്ദിച്ചു. കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചുകൊണ്ടിരിക്കണേ. അതിന് ദിവസങ്ങളൊന്നും വേണ്ട മോനായി. ഒരു ഞൊടിയിടയിൽ ഈ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുക. നീ കാണുന്ന ഞാനും ഞാൻ കാണുന്ന നീയും വെറും മിഥ്യകളാ. ഇത് മനസ്സിലാക്കാത്ത മനുഷ്യന്റെ പ്രശ്നം. ഏതായാലും ഇവിടെ നന്ദിനി മേഡത്തിന്റെ മനസ്സിൽ തീയാണെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ കുളിര. മോനെ എഴുതുമ്പോ അക്ഷരം ഒഴിപ്പിച്ച് വൃത്തിയായിട്ട് എഴുതണം. എന്നാലല്ലേ വായിക്കാൻ നോക്കൂ. എഴുത് കുറച്ചുകൂടി വൃത്തിയായിട്ട്. അങ്ങനെ. ആ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? സുഖനല്ലേ? താൻ പേടിക്കണ്ടോ, ഞാൻ എത്തിയല്ലോ, ഒക്കെ ശരിയാവും. നീ എന്താ കൊച്ചു പിള്ളേരെ പോലെ? ഞാൻ എത്തിയല്ലോ, പേടിക്കണ്ട. വാ, നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഉറുമ്പേ ഉറുമ്പേ ഉറുമ്പിൻ്റെ അച്ഛൻ എങ്ങോട്ട് പോയി? ചാത്തോണ്ടാൻ പോയി. ചാത്തോണ്ട് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരും? അപ്പം കൊണ്ടുവരും, ആട കൊണ്ടുവരും, ഇലയും മാറ്റി പോതി. ഡാഡി ഇതുപോലുള്ള കൊച്ചുമക്കൾ
എല്ലാവർക്കും ഒരു പുണ്യ. എടോ ആ ബാഗ് ബാക്കിലുണ്ടോ നിർത്തി. മുത്തശ്ശി എന്തൊക്കെയാ സേതു ഈ കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സേതു അമ്മയെ നമ്മുടെ ഒപ്പം ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോവാണോ അതോ അച്ഛനെ ഇവിടെ നിർത്തുവാണോ? എടി, തൽക്കാലം ഈ പ്രശ്നങ്ങൾക്കൊരു ശമനം. അതിന് ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഇനി എന്താ വേണ്ടതെന്ന് ഇത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. നീ വെറുതെ ടെൻഷനാവല്ലേ. നാരായണ 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 ജന്മജന്മാന്തര പുണ്യം നിറയുന്ന സന്ധ്യാദീപം കൊളുത്തിടേണം. ആത്മാവിലാനന്ദമൊഴുകിടേണം. ചിന്തയിൽ നന്മകൾ വിളഞ്ഞിടേണം. നാരായണ 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 ജന്മജന്മാന്തര പുണ്യം നിറയുന്ന സന്ധ്യാദീപം കൊളുത്തിടേണം. നാരായണ 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 വ്യഥതീർത്ഥത്തുള്ളികളിൽ കാത്ത ധന്യമം ജീവിതമെന്നും നൽകിടേണം. ആത്മാവിലാനന്ദമൊഴുകിടേണം. ചിന്തയിൽ നന്മകൾ വിളങ്ങിടേണം. കാലപ്രവാഹം ചൈതന്യമാകുന്ന സുദിനങ്ങൾ മാത്രം വിടർന്നിടേണം. നാരായണ 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 നാരായണ. എന്താ സേതു? ഞാൻ അമ്മയുടെ മടിയിലൊന്ന് കിടന്നോട്ടെ. അതിനെന്തിനാ ചോദിക്കണേ? പത്ത് വർഷത്തിലേറെ വേദന ഉണ്ടമ്മേ ഈ മടി കിടന്ന് കരഞ്ഞു തീർക്കാൻ. ഞാനൊരു തീരുമാനമെടുത്തടോ. നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാൻ പോവാ ഒരുമിച്ച്. വയ്യ, ഇനി ആരെയും വേദനിപ്പിക്കാൻ വയ്യ. എന്റെ ജോലി ഒരു പ്രശ്നമാവില്ല. സേതുവിന്റെ ബിസിനസ് ഒക്കെ അവസാനിപ്പിക്കാമെന്നാണോ? ഞാൻ തള്ളിക്കളഞ്ഞ സ്നേഹത്തിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ബിസിനസ്സിൽ നേടിയൊന്നും ഒന്നുമല്ലടോ. സേതു നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നറിഞ്ഞപ്പോ തന്നെ ഇങ്ങനൊക്കെ ഉണ്ടാവാൻ പോകുന്നതെന്ന് എന്റെ മനസ്സ് പറഞ്ഞായിരുന്നു. ന്യൂയോർക്കിലേക്ക് ജോലി കിട്ടി പോയപ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കണം എന്ന് പറഞ്ഞ അമ്മയെ വൃദ്ധസദനത്തിലാക്കിയത് അതെന്റെ തീരുമാനമായിരുന്നില്ല,
അന്നേ സേതു ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? എല്ലാ തെറ്റുകളും എൻ്റെ തന്നെയാടോ. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി തരാൻ നമ്മുടെ പൊന്നുമോൻ അച്ചു വേണ്ടി വന്നു എന്ന് മാത്രം. ചക്ക വരട്ടിയത്, കടുമാങ്ങ, ഇതൊക്കെ അമ്മണി ഉണ്ടാക്കിയതാ? ഏയ് മോനായങ്ങളും ഞാനും ഉണ്ടാക്കിയതാ. മോനായിക്ക് ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ഒരു ഏഞ്ചലാ. ഏഞ്ചിലോ? ആ, അച്ചുവിന്റെ ഏഞ്ചല്. അച്ചൂട്ടൻ്റെ ഏഞ്ചിലോ? അതാരാ? മുത്തശ്ശി, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ? മുത്തശ്ശിക്ക് ഞാനൊരാളെ കാണിച്ചു തരാം. ആരെയാ? അതൊക്കെ ഞാൻ പറയാം. മുത്തശ്ശി എന്റെ കൂടെ വാ. ചെല്ല്. മുത്തശ്ശി, മുത്തശ്ശി, റാണി മുത്തശ്ശി, മുത്തശ്ശി. അച്ചൂട്ടാ, അവിടെ ആരും ഇല്ലാന്നാ തോന്നണ. നീ എന്തിനാ കടന്നിങ്ങനെ വിളിക്കണേ? റാണി മുത്തശ്ശി ഇവിടെയായിരുന്നു. ആരാ? നിങ്ങൾ ആരെയാ വിളിക്കുന്നേ? അങ്കിളെ, റാണി മുത്തശ്ശി കാണുന്നില്ലല്ലോ. നാണി മുത്തശ്ശിയാ? ആ. നാണിത്തള്ള മരിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞല്ലോ. അച്ചു, സമയം കിട്ടുമ്പോഴൊക്കെ വന്നോളൂ കേട്ടോ. മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്കാ.